ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹമുള്ള വൈദികര്, സമർപ്പിതര്, വൈദിക വിദ്യാർത്ഥികള്, സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവര്, കുഞ്ഞുങ്ങള്, ഹലോ കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ. എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു കേട്ടോ. വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് അത് ഫിറ്റ്സ് അങ്ങനത്തെ രോഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിക്കാം. ഇത് വലിയൊരു ശുശ്രൂഷയല്ലേ. നമുക്ക് അങ്ങനത്തെ രോഗികൾക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കുന്നുണ്ടാകുന്നവർക്ക് വേണ്ടി പരിപൂർണമായിട്ട് മാറാൻ, ആശ്വാസം കിട്ടാൻ, സുഖപ്പെടുത്താൻ നമുക്ക് പ്രത്യേകമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വിശേഷം പറയാത്തത്. പ്രശ്നം കഴിഞ്ഞില്ലേ? ചില ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, വിശേഷമൊന്നും ഇല്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഫിലമോൻ എഴുതിയ ലേഖനം, പൗലോസ് ഫിലമോൻ എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാം അത് മൊത്തം ഒന്ന് വായിച്ചു, ആകെ ഒരു ഇച്ചിരിയുള്ള ആ ലേഖനം 12-ാമത്തെ വാക്യമാണ്. തലക്കെട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തൊരു ഹൃദയബന്ധമാണിത്, എന്തൊരു ഹൃദയബന്ധമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫിലമോൻ എന്ന് പറയുന്ന ആൾക്ക് ഒനേസിമൂസിനെ പൗലോസ് തരും. അത് ഒനേസിമോസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്ന അനുസരിച്ച് ഫിലമോൻ്റെ ഒരു അടിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവിടെ നിന്നൊക്കെ ചാടിപ്പോകുന്നു. ചില മോഷണ കരുതി ഉണ്ടായിരിക്കും. എന്നിട്ട് ഏതായാലും അങ്ങനെ പല ഇത് പറയുന്നുണ്ട്. എന്നിട്ട് ഏതായാലും അദ്ദേഹം ജയിലിലാകപ്പെട്ടു. എന്തായാലും പൗലോസ് ലീഹായിക്ക് ഈ ഒനേസിമോസിനെ കിട്ടി. പൗലോസ് ലീഹ അവനെ ശരിക്കും അതിനൊക്കെ പ്രഘോഷിച്ച് ഈശോനെ കൊടുത്ത് മാനസാന്തരപ്പെടുത്തി. എന്നിട്ട് ഈ പൗലോസ് ലീഹ ഒനേസിമോസിനെ ഫിലമോൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുമ്പോൾ പറയുന്ന ഒരു സെന്റൻസാണിത്. അവനെ ഞാൻ നിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. എന്താ പറയുക? എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുക. അതാണ് വചനം. അവനെ ഞാൻ നിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുകയാണ്. എന്നിട്ട് കൊടുക്കുന്ന വിശേഷമാണ് എൻ്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. ഏതായാലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൃദയ ബന്ധത്തിൻ്റെ ഒരു തീക്ഷ്ണതയും തീവ്രതയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പൗലോസിലെ ഈശോ പറയുന്നില്ലേ, അല്ലെങ്കിൽ കർത്താവ് ദാവീദിനെ കുറിച്ച് പറയുന്ന വചനം നല്ലതാണ് അല്ലേ? ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരാളെ ഞാൻ കണ്ടു എന്നാണ് വചനം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയും നമുക്കൊരു ഹൃദയബന്ധം വരുമ്പോഴാണ്. ഇപ്പോൾ നമ്മൾ പന്തക്കോസ്തയ്ക്കൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ സ്വരപ്പുറത്ത് 1:14 കഴിഞ്ഞ ദിവസം എന്നോട് ആരെ സോജിയച്ചനാണ് മെൻ്റെ മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഒട്ടിയത് പറഞ്ഞു. ഞാനിപ്പോൾ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐക്യം വന്നാലാണ് അഭിഷേകം വരുള്ളൂ. ഈ ഐക്യം വരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന വരുമ്പോഴേ ഐക്യം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയിൽ. അപ്പോൾ പിന്നെ അനോയിൻറ്റിങ് എങ്ങനെയാണ് വരുന്നത്? മക്കൾ തമ്മിൽ. അപ്പോൾ ആദ്യം വരേണ്ടത് പ്രാർത്ഥന കൊണ്ടുവരണം. പ്രാർത്ഥന ശക്തമായിട്ട് ഉയർന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഐക്യം വരും. ഐക്യം വരുമ്പോൾ എന്ത് വരും? അഭിഷേകം വരും. ഞാൻ പറഞ്ഞല്ലേ, ബെൻറ്റ് മാർപ്പാപ്പ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് ഹൃദയബന്ധം, പൗലോസിലെ ഇത്ര ഇവാഞ്ചലൈസേഷൻ നടക്കാൻ അതുപോലെ ഹൃദയബന്ധമാണ്. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ ഹൃദയബന്ധം എന്താ, ഇപ്പം നിങ്ങളോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്താ? അതിന് കാരണമെന്ന് പറയുന്നത് എല്ലാം അതൊരു ഹൃദയബന്ധമാണ്. കാരണം വചനം വഴി, ഈശോ വഴി, ക്രിസ്തു വഴി തന്നൊരു ബന്ധം ഒരു കുടുംബാംഗമായില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ സ്നേഹം വരുന്നത് ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഹൃദയബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ സഹോദരങ്ങളെ. അതുപോലെ ഫോർമേഷൻ ഹൗസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇടവകയൊക്കെ ഹൃദയബന്ധം വരണം, എന്തെങ്കിലും കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥന ഉയർത്തുമ്പോൾ ബാക്കിയെല്ലാം ശരിയായി വരും. ഏതായാലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കുകയും ചെയ്യാം. ഈശോയോട് കൊടുക്കുന്നേ നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുക. കർത്താവായ ഫിറ്റ്സ് എന്ന രോഗത്താൽ ക്ലേശിക്കുന്ന ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ എൻ്റെ കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കഴിവുകൊണ്ടൊന്നുമല്ല, ഈശോ കരുണയും ദയയും തോന്നി ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഫിറ്റ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അവിടെ നിന്ന് കേൾക്കണം, അവിടെ നിന്ന് ആശ്വസിപ്പിക്കണം, രോഗികളെ സുഖപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. രോഗപീഠകളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യങ്ങളുണ്ടാകട്ടെ. ഓ കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ഈ കുടുംബങ്ങളെ, വ്യക്തികളെ എല്ലാവരും ആശീർവദിക്കുക. വലിയൊരു ഹൃദയബന്ധം, വലിയൊരു ഐക്യം, അതിനുവേണ്ടി ശരിക്കും ഞങ്ങൾ പ്രാർത്ഥന. കാരണം യോഹന്നാൻ 17 ഈശോ ചെയ്ത കാര്യം എന്താ? ഈശോ ഭയങ്കര ശക്തമായിട്ട് അപ്പസ്തലന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വന്നു കഴിയുമ്പോൾ ഐക്യം വരും, പരിശുദ്ധാത്മാവ് വരും. ഞങ്ങൾ വിശ്വസിക്കുന്നതാണ്. യോഹന്നാൻ 17 വായിച്ച കുടുംബത്തിന് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ, സമൂഹത്തിന് ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ, കമ്മ്യൂണിറ്റിയുടെ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃപ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.